ഈ കിരീടം എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളതാണോ? അവിടുത്തെ അങ്ങനെ വിശ്വസിക്കണം. പിന്നെ ചെറുതായിട്ട് ചില ശല്യങ്ങളുണ്ട്. കൊതുവിൻ്റെ അതുപോലെ ചോര കുടിക്കുന്ന വേറൊരു സാധനത്തില്ല. അങ്ങോട്ട് യക്ഷിയുടെ യക്ഷി മാടൻ മറുത എന്നൊക്കെ പറയും. അല്ല, ചിലപ്പോൾ അത് വെറുതെ പറയണ്ടാവും. എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ കണ്ടതല്ലേ ഒരു നേള് പോലെ. അത് ഞങ്ങളും കണ്ടതല്ലേ? ഏതടവൻ? അതെ, ഇതൊന്ന് ഒരു കാര്യം വാ, ഞാൻ പറഞ്ഞുതരാം. അതെ, ഇനി വല്ല യക്ഷിയോ പ്രേതങ്ങനെ ഉണ്ടെങ്കിലേ ഒരു തടയ്ക്ക്. ഓ, ഇവൻ എന്ത് കേട്ടനാണ്? അതെ, ഇവനെ മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രക്കാരനാണ്. അതിന് ഈ നക്ഷത്രക്കാരൻ്റെ അടുത്തേക്ക് ഭൂതപ്രേതാദികൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാന്റെ ഒരു പ്രത്യേക ബന്ധനുണ്ട്. നീ ഇപ്പൊ ഇത്രയൊന്നും ചിന്തകളൊന്നും വിട്ടിട്ടില്ലേ? ഇത് സത്യമാണ്. നമ്മൾ പലതരം കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് അതെ, സംഭവം ഇത് നാട്ടുകാർ വെറുതെ പറയുന്ന ഒരു കെട്ടുകഥ മാത്രമായിരിക്കാത്. പക്ഷെ മറ്റു കാര്യം സത്യമാണ്. എന്ത്? കിരീടം. ഇനി അഥവാ കിരീടം അവിടെ ഇല്ലെങ്കിലോ? ബാധേട്ടനല്ലേ എന്നാൾ പറഞ്ഞ കാട്ടിലേക്ക് ട്രക്കിങ്ങിന് പോണെന്ന്. ഇതങ്ങനെ ട്രക്കിംഗ് ആയിട്ട് കണ്ടാ മതി. ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലമുണ്ടോ? പിന്നെ പിന്നെ ഒരു പൊളി പൊളിക്കാം, നമുക്ക് പോവല്ലേ? ഞാൻ ചൂരൽമംഗലം ബാലൻ, സ്റ്റീൽ ബാസി, വെട്ടുകാട് ദാസൻ, ഞാൻ പാറപ്പുറം സുരേട്ടൻ. അതെ, ഞാനീ പറഞ്ഞ യക്ഷി കഥകളൊന്നും ആ മുതലിന് അറിയില്ല കേട്ടാ. ഭയങ്കര പേടിത്തോടിയാ, പറയരുത് കേട്ടാ.